Judges, please note 1703 on the stage. മാന്യ സദസ്സിലെ വന്ദനം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ കലാസ്നേഹികൾക്കും എൻ്റെ ദൈനംദിന ജീവിതത്തിലെ ഏതാനും ചില കാഴ്ചകളിലേക്കും കേൾവികളിലേക്കും സ്വാഗതം. രാവിലെ തന്നെ മൊബൈൽ ഫോണിന്റെ വൈബ്രേഷൻ കേട്ടാണ് ഞാൻ ഉണർന്നത്. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴതാ ആന്റിയുടെ കുട്ടി കരയുന്നു. ഉമ്മയെ തെരഞ്ഞ് അടുക്കളയിലേക്ക് പോയി. അപ്പോഴതാ ഉമ്മ തേങ്ങ ചിരകുന്നു. ഇടയ്ക്കിടയ്ക്ക് കുക്കറിൽ നിന്നുള്ള വിസിലടിയും കേൾക്കാം. പുറത്ത് ആന്റി മീൻ നന്നാക്കുന്നുണ്ടായിരുന്നു. മീൻ നന്നാക്കുന്നതിന്റെ ഇടയിൽ പൂച്ച. അപ്പോൾ അയൽവാസി വീട്ടിലെ ബംഗാളി പൂച്ച. അവർ രണ്ടുപേരും കണ്ണെടുത്താ കണ്ടൂടാ. അങ്ങനെ അവർ തമ്മിൽ തല്ലായി. അങ്ങനെ ഞാൻ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. അപ്പോഴതാ ബക്കറ്റിലേക്ക് വെള്ളം ഇറ്റുന്നു. ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പുറത്ത് വീട് പണി നടക്കുകയാണെന്ന് തോന്നുന്നത്. മരം മുറിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പ്ലംബർ PVC പൈപ്പ് കട്ട് ചെയ്യുന്നുണ്ട്. മരം മുറിച്ചതിന്റെ സങ്കടമാണെന്ന് തോന്നുന്നത്. കിളികളും മൃഗങ്ങളുമെല്ലാം എന്നോട് സങ്കടം പറയുന്നു. അണ്ണാൻ ചിലക്കുന്നുണ്ടല്ലോ. നായ. അപ്പൊ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു കുട്ടി അതിനെ കല്ലെടുത്തെറിഞ്ഞു. അതോടെ അതിന്റെ ഭാവം മാറി. അങ്ങനെ ഞാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഷൈജു ദാമോദരന്റെ ശബ്ദം വലിയ കേൾക്കുന്നത്. അടയാളപ്പെടുത്തുന്ന കാലമേ, ഇത് ഘടികാരങ്ങൾ നിലക്കുന്ന സമയമോ, നൈജീരിയക്കെതിരെ സിംഹരാജാവ് എഴുന്നേറ്റിരിക്കുന്നു. അതും കേട്ടിരിക്കുമ്പോഴാണ് സ്കൂളിലേക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ വരുന്നത്. അതിൽ കയറി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് ചെത്ത് പിള്ളേർ ഞങ്ങളെക്കാൾ വേഗതയിൽ സ്കൂട്ടറുമായി പായുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴതാ അവരെക്കാൾ വേഗതയിൽ ആംബുലൻസ്. കുറച്ചും കൊണ്ട് അങ്ങോട്ട് നീങ്ങി. അപ്പോഴതാ വിമാനമല്ല പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്തി. ട്രെയിൻ എത്താൻ വരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ഇതോടെ എന്റെ കൊച്ചു മിമിക്രി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.